സമാധാനായിട്ട് പോ. എന്ത് സമാധാനത്തിന്റെ മോളെ എന്നോട് നീ പോകാൻ പറയുന്നത്? എനിക്കറിയില്ല. ദൈവം എന്തിനാ എന്നെ നിന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒരു സമാധാനവും ഇല്ല. പക്ഷെ പോവാൻ മോനെ. ഞാൻ അവിടുന്ന് പോന്നിട്ട് ഇത്ര നേരം അമ്മ അവിടെ എന്തെടുക്കുമായിരുന്നു? എന്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കിയവളോട് എത്ര കുശലം പറഞ്ഞിട്ടോ അമ്മയ്ക്ക് മതിയാവുന്നില്ലല്ലേ? എന്താടാ മോനെ ഇത്? എന്തൊക്കെയാണെങ്കിലും ഇത് ഈശ്വരമംഗലത്തെ മരുമകളല്ലേ? നിധി ഈശ്വരമംഗലത്തെ മരുമകള്. അപ്പൊ ശിവാനി ആരാ? അവിടുത്തെ വേലക്കാരി. അമ്മ ഈ പറഞ്ഞ നിധിയെ ഈശ്വരമംഗലത്തെ അനന്തരാവകാശികളെ ഇല്ലാതാക്കാൻ നോക്കിയവളാ. എന്നിട്ട് അമ്മയ്ക്ക് ഇപ്പോഴും കൂറ് അങ്ങോട്ടാണല്ലേ? അമ്മ കൂടുതൽ സങ്കടമൊന്നും അഭിനയിച്ച് കാണിക്കൊന്നും വേണ്ട. ഇതോടുകൂടി നിധി എന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് കളഞ്ഞിരിക്കണം. ആന്റി, ഗൗതം വരുമെന്നൊന്നും എനിക്ക് തോന്നില്ല. നിന്റെ തോന്നലുകളൊന്നും ശരിയാവണമെന്നില്ലല്ലോ. അവൻ വരും, ആ ഉറപ്പ് എനിക്കുണ്ട്. അവൻ വരുന്നുണ്ട്. നിന്നെ അവൻ കാണണ്ട. നീ മാറിക്കോ, ചെല്ല്. എന്തൊരു കോലമാടാ മോനെ ഇത്. നിന്റെ മുഖത്ത് പ്രസാദമൊക്കെ എവിടെ പോയി? നിന്നെ ഇങ്ങനെ കാണുന്നത് തന്നെ എനിക്ക് എന്തുമാത്രം വിഷമമാണെന്നറിയോ? ഇതിനാണോ ഞാൻ നിന്നെ വളർത്തി വലുതാക്കി ഒരു വലിയ ബിസിനസ്സുകാരനാക്കിയത്? ആ നിധി ഒറ്റ ഒരുത്തിയാ നിന്നെ ഈ ഗതികേടിൽ എത്തിച്ചത്. മതി, വിളിപ്പിച്ച കാര്യം എന്താന്ന് വെച്ചാ പറയും. എടാ, നിന്നോട് എന്റെ സങ്കടം ഒന്ന് പറയാനുള്ള അവകാശം പോലും ഇല്ല എനിക്ക്. നിധിയെ പുറത്തിറക്കാൻ എന്തോ വഴിയുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലേ? അത് മാത്രം സംസാരിച്ചാ മതി. എന്താ കാര്യം അത് പറ. എടാ, നീയൊന്ന് സമാധാനപ്പെട്, ഞാൻ പറയാം. ഓക്കെ, ഇനി വിഷയത്തിലേക്ക് വരാം. നിധിയെ ജാമ്യത്തിലെടുക്കുന്നതിന് വേണ്ടി നീ ശ്രമിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്തായി? അതിന്റെ കാര്യമൊക്കെ കൃത്യമായിട്ട് അറിയാമായിരിക്കുമല്ലോ. പിന്നെ ചോദിക്കാനായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. എനിക്ക് നിധിയെ പുറത്തിറക്കണം. അതിനെന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ടല്ലോ, ഉറപ്പായിട്ടും ഉണ്ട്. ഈ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ തീരുമാനിച്ചാൽ ഒരു കുഴപ്പമില്ലാതെ നിധി പുറത്തു വന്നിരിക്കുമെന്ന് മാത്രമല്ല, അവളുടെ പേരിലുള്ള കേസും ഇല്ലാതെയാവും. എങ്ങനെ? ഒറ്റ വഴിയേ അതിനുള്ളൂ. നിധി പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കണം. പക്ഷേ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നീ തിരിച്ച് എനിക്ക് വേണ്ടിയും ചിലത് ചെയ്യണം. ഞാൻ എന്താ ചെയ്യേണ്ടത് അത് പറ. നീ നിധിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം. നിധിയെ ഉപേക്ഷിച്ചിട്ട് പഴയതുപോലെ നീ എന്റെ മകനായി ഈശ്വരമംഗലത്തിലേക്ക് തിരിച്ചു വരണം. ഇതിന് സമ്മതിച്ചാൽ നിധി സ്വതന്ത്രയാവും, കേസും വിഡ്രോ ചെയ്യും. ഏത് സമയത്ത് ആരോട് എന്തു പറയണമെന്നുള്ള സാമാന്യ വിവേകം പോലും ഇല്ലാതായി പോയോ നിങ്ങൾക്ക്?
ഊണും ഉറക്കവും ഇല്ലാതെ ഞാൻ ഓടി നടക്കുന്നത് എന്റെ നിധിക്ക് വേണ്ടിയിട്ടാ. ആ അവളെയാണ് ഉപേക്ഷിക്കണമെന്ന് നിങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇത് പറയാനായിരുന്നെങ്കിൽ നിങ്ങളുള്ള സ്ഥലത്തേക്ക് ഞാൻ തിരിഞ്ഞു പോലും നോക്കില്ലായിരുന്നു. ഇനി നിങ്ങളുടെ ഒരു സഹായവും എനിക്ക് വേണ്ട. ആ പേരും പറഞ്ഞ് എന്റെ ഫോണിലേക്ക് ഒരു മിസ്ഡ് കോൾ പോലും അടിച്ചേക്കരുത്. നിക്ക്. വെറുതെ ഒരു ആവേശത്തിന് ഓരോന്നങ്ങ് തീരുമാനിച്ചു കളയരുത്. ഒട്ടും നിസ്സാരം അല്ല ഗൗതം നിന്റെ ഭാര്യയുടെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം. കൊലപാതക ശ്രമമാണ്. നീ ഇനി തല കുത്തി മറിഞ്ഞാലും നിധിയെ പുറത്തിറക്കാവൊന്നും കരുതണ്ട. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല എന്ന് നിനക്ക് നന്നായിട്ടറിയാം. ഒരുപാട് വക്കീലന്മാരെയൊക്കെ കണ്ടു കാണുമല്ലോ. അവരെന്തു പറഞ്ഞു? കേസിൽ നിന്ന് രക്ഷിക്കുന്നത് പോയിട്ട് അവളെ ജാമ്യത്തിലെങ്കിലും ഇറക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? നിന്റെ മുന്നിൽ ഇപ്പോ 2 ഓപ്ഷനുകളുണ്ട്. ഒന്ന്, നിധിയെ 7 വർഷത്തേക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് ജയിലിലേക്ക് വിടണം. എന്നിട്ട് അവളെ ഓർത്ത് നിനക്ക് കരഞ്ഞു വിളിച്ച് നടക്കാം. ഇനിയിപ്പോ അതല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് നിനക്ക് തന്നെ തീരുമാനിക്കാം. അവൾക്ക് ജാമ്യവും കിട്ടും, കേസും ഇല്ലാതെയാവും. പക്ഷേ നീ അവളെ വേണ്ടാന്ന് വെക്കണം. എന്റെ ഈ ഡീല് സമ്മതമാണെങ്കിൽ ശിവാനിയെ കൊണ്ട് ഞാൻ ഈ കേസ് പുഷ്പം പോലെ പിൻവലിപ്പിച്ചേരാം. ഒരു തീരുമാനം പറയ് നീ. ബാക്കി കാര്യങ്ങള് എന്നിട്ട് വേണം എനിക്ക് ചെയ്തു തീർക്കാൻ. തീരുമാനം അതൊന്നേ ഉള്ളൂ. നിധിയെ ഉപേക്ഷിച്ചിട്ട് എനിക്കൊന്നും നേടണ്ട. നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ മകനായി ഈശ്വരമംഗലത്തേക്ക് തിരികെ വരണമെന്ന്. ഒരു മകൻ സങ്കടത്തിൽ നിൽക്കുമ്പോൾ അവന്റെ സങ്കടത്തിന് തന്നെ വില പറയുന്ന നിങ്ങളെ ഒരു അമ്മയെന്ന് പോലും വിളിക്കാൻ കൊള്ളില്ല. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, എന്റെ ഈ ജന്മം അവസാനിക്കുന്നവരെയും നിധി എന്റെ ഉള്ളിൽ തന്നെ കാണും. ഒരു നിയമത്തിനും അവളെ ശിക്ഷിക്കാനായിട്ട് ഞാൻ വിട്ടുകൊടുക്കില്ല. നിങ്ങളുടെ മുന്നിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. ഈ കളികളൊക്കെ നിങ്ങളും ശിവാനി ഒരുമിച്ച് പ്ലാൻ ചെയ്യുന്നതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എല്ലാത്തിനും തിരിച്ചടി കിട്ടുന്ന കാലം വരും. കാത്തിരുന്നോ രണ്ടുപേരും. ഇതാണ് ആന്റിയുടെ മനസ്സിലെ ഐഡിയ എന്ന് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇതേൽക്കൂലെന്ന് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞേനെ. നോക്ക് ശിവാനി, ഞാനൊരു ലീഡിംഗ് ബിസിനസ് വിമനാണ്. ഒറ്റ സിറ്റിംഗ് കൊണ്ടൊന്നും ഒരു കച്ചവടം ഉറപ്പിക്കാനാവില്ല.